ഹലോ ഗൈസ്, അപ്പോൾ ആനിവേഴ്സറി ഡേ ഈസ് ഓൾമോസ്റ്റ് അബൌട്ട് ടു എൻഡ് എന്ന് വേണമെങ്കിൽ പറയട്ടോ. ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ ഡേ, പീസ്ഫുൾ ആൻഡ് കാം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ നല്ല പോലെ മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസവും കൂടെയാണ് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ബ്ലഡ് ഷുഗർ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ കറക്റ്റ് അതിനെക്കൊണ്ട് പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ ചെക്കൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ എല്ലാം നോർമലായിരുന്നു. ഇത് ചെക്ക് ചെയ്യാനിരിക്കുന്ന എൻ്റെ കോലാണ് കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീച്ച് നേരെ വന്നതാട്ടോ. കാരണം രാവിലെ തന്നെ ആയിരുന്നു ഈ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ രാവിലെ തന്നെ വെറും വയറ്റിൽ ഞങ്ങളെ രണ്ടാളെയും ബ്ലഡ് കുറേ അങ്ങോട്ട് എടുത്ത്. ഇരുന്നിങ്ങനെ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവളെ മുഖത്ത് എന്തൊക്കെ സന്തോഷമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ സന്തോഷമല്ലായിരുന്നു അത്. എന്താ പറയുക, സങ്കടത്തിൻ്റെ സന്തോഷമായിരുന്നു. ആ ചേച്ചീനെ എനിക്ക് കുത്താനൊക്കെ തോന്നി. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീച്ച് കൈമ കുത്തുമ്പോൾ തിരിച്ച് കുത്താനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അങ്ങനെ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഞങ്ങൾ രണ്ടാളും. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒരു ബൗളിലാക്കി. പിന്നെ കുറച്ച് നട്ട്സ് കാര്യങ്ങൾ, ഈ മിക്സ്ഡ് നട്ട്സ് തന്ന ആരിഫ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മളെ ബോഡിയിൽ ചെല്ലുന്നത് തന്നെ ഭയങ്കര നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ കുട്ടി വെള്ളമൊക്കെ ചൂടാക്കി ഉത്തമ ഭാര്യയായിട്ട് ആ കിച്ചണിൽ വെള്ളം ബോട്ടിലൊക്കെ നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഓൾക്കാണെങ്കിൽ കുറച്ച് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. ഇന്നലെ ഞാൻ പിടിച്ച് എന്താ പറയുക ഒടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പടച്ചോനറിയാം നടുവേദനയൊക്കെ കുറച്ച് ഡ്രമാറ്റിക് ആവുകയാണോ എന്തോ. അതിൻ്റെ ഒരു വേവലാതിയൊക്കെ ഓളെ മുഖത്തും കാണാനൊക്കെ ഉണ്ട്. നടുവെന്ന് ചോദിക്കുമ്പോൾ മാത്രം നടുമ്മ പിടിച്ചെങ്ങാനും പോവുകയും നടുമ്മ പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിലെനിക്ക് ഡൗട്ട്ഫുൾ ആണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ബെല്ലടി കേട്ടോ. നോക്കുമ്പോൾ ഒരു കേക്ക് ഒരു ചേട്ടൻ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച് പെട്ടെന്ന് പോയിക്കാൻ. ഈ കേക്ക് ഞങ്ങൾ ആദ്യം തിന്നണ്ടാന്നൊക്കെ വെച്ച്. കാരണം എന്താ വെച്ചാൽ ആരാണ് അയച്ചത് എങ്ങനെ അയച്ചതെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അവസാനം മനസ്സിലായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ടീമാണ്.